الحمد لله رب العالمين آمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിവസമാണ് പരിശുദ്ധമായ റമളാൻ 3. മഹാനായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ വലിയ ഇടം നേടിയ വലിയ ബീവിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധിയായ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹ. ലോക വനിതകളുടെ നേതൃപദവി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹ. ആ മഹദി അവിടുന്ന് വഫാത്തായ ദിവസമാണ് റമളാൻ 3. ലോകം മുഴുവനും റമളാൻ 3 പ്രിയപ്പെട്ട പത്നിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ ആണ്ട് കൊണ്ടാടുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്യുന്ന സമയമാണ് ഈ സമയം. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇഹവും പരവും നീ ഞങ്ങൾക്ക് റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ റഹ്മാനേ. ആമീൻ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനേ. ആമീൻ. ലോകത്ത് എല്ലാ ഉമ്മമാർക്കും മാതൃകാ വനിതയായിട്ടാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്തിന്റെ ഉമ്മ ജീവിതം മുഴുവൻ ഒരന്യ ആണിനെ കാണാതെ ജീവിതം മുഴുവനും അവിടുന്ന് സൂക്ഷ്മത വെച്ച് പുലർത്തിക്കൊണ്ട് അവിടുന്ന് ജീവിതം നയിച്ച മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരിക്കലും ഭർത്താവിന്റെ ഇല്ലായ്മയിൽ വല്ലായ്മ പറയാത്ത മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി ദൂരെ നിന്ന് വരുന്നത് കണ്ടാൽ, ഫാത്തിമ ബീവി വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കുകയും അവിടുന്ന് ബീവിയെ സ്വാഗതം ചെയ്യുകയും അവിടുന്ന് മുത്തം വെക്കുകയും കൈപിടിച്ചുയർത്തുകയും അവിടുന്ന് ഇരുത്തുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളാണ് വരുന്നത് എന്ന് കണ്ടാൽ ഫാത്തിമ ബീവി ഓടിച്ചെന്നുകൊണ്ട് അവിടുത്തെ കൈ പിടിച്ച് സ്വീകരിച്ച് അവിടുന്ന് ഉമ്മ വെച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച് ആനയിക്കുന്നത് കാണാൻ എന്ത് ചന്തമായിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇങ്ങനെ ഒരു പിതാവിനെയും ഒരു മോളെയും, ലോകത്ത് ഇങ്ങനെ ഒരു പിതാവിനെയും ഒരു പുത്രിയെയും നമുക്ക് കാണാൻ കഴിയില്ല. ജീവിതത്തില് ഈ ലോകത്തിന് മുഴുവനും മാതൃകാ വനിതയായി
ഈ ലോകത്ത് മുഴുവനും എല്ലാ ഉപ്പമാർക്കും എല്ലാ പുത്രിമാർക്കും എല്ലാ മക്കൾക്കും ഒരു വലിയ ഉത്തമമായ മഹിത, വലിയ ഒരു മാതൃകയായിട്ട് വേറെ ഒരു വാപ്പാനെയും മോളെയും നമുക്ക് കാണാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു വാപ്പയും മോളും കഴിയേണ്ടത് എന്നും എങ്ങനെയാണ് വാപ്പ മക്കളോട് പ്രവർത്തിക്കേണ്ടതും അവരെ സ്വീകരിക്കപ്പെടേണ്ടത് എന്നും എങ്ങനെയാണ് മക്കള് വാപ്പാനോട് എന്തെല്ലാം മാതൃകയാണ് കാണിക്കേണ്ടത് എന്നും കൃത്യമായി വരച്ച് കാട്ടി പ്രവൃത്തി പദത്തിൽ നമുക്ക് കാണിച്ചു തന്ന മഹദിയാണ് ബീവി ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. അവരുടെ ആണ്ട് ദിനമാണെന്ന് അല്ലാഹുവേ അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ പേര് പറയുമ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിൽ ഒരു കാരുണ്യത്തിന്റെ നീരുറവകൾ പൊടിപൊടിക്കും. അതുപോലെ തന്നെ അവരുടെ പേര് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അത് അവരുടെ പേര് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. അവരോട് സ്നേഹം പുലർത്തുന്നത് വലിയ സൗഭാഗ്യമാണ്, ഈമാനിന്റെ ഭാഗമാണ്. അവരോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിറയാൻ വേണ്ടിയാണ് അവരുടെ ആണ്ട് ദിനങ്ങൾ വരുമ്പോ അവരുടെ പേരിൽ നാം മജ്ലിസ് സംഘടിപ്പിക്കുന്നതും അവരുടെ മഹത്വങ്ങൾ പറയുന്നതും അവരുടെ പേര് പറയുന്നതും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്, ഓ നബിയേ, നിങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, അവര് സ്വർഗത്തിലെ നേതാവിച്ചിയാണ്, സയ്യിദത്തി ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സർവ്വ പെണ്ണുങ്ങൾക്കും നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അതേ എന്ന് ആരംഭപ്പൂവായ മുത്തുനബിയോട് അതാ മലക്ക് വന്ന് പറയുകയാണ്. ലോകത്ത് ഏറ്റവും അനുഗ്രഹീതമായ വ്യക്തിത്വം ആരാണ്? ആരംഭ റസൂലുള്ളയാണ്. ഫാത്തിമ ബീവിയുടെ മൗലൂദൊന്ന് നോക്കിയാൽ, ഫാത്തിമ ബീവിയുടെ മഹത്വം എന്ന് നോക്കിയാൽ പറഞ്ഞാൽ അവരുടെ ഉപ്പ ആരാണ്? ഈ ലോകത്തെ ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആരുടെ ഉപ്പ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുപ്പ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവാണ്. അതുപോലെ തന്നെ അവരുടെ ഉമ്മാനെ നോക്കിയാലോ, ഇസ്ലാമിക ചരിത്രത്തില് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അതേ സർവസ്വത്വം അല്ലാഹുവിന്റെ റസൂലിന് വാഗ്ദത്തം ചെയ്തു അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമകളാണ് ഫാത്തിമ ബീവി. ലോകത്തെ ഉന്നതരായ വ്യക്തിത്വത്തിന്റെ ഉടമയായ സ്ത്രീകളുടെ നേതാവിച്ചിയായ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഒന്നാമത്തെ ഭാര്യയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മ വൈക്കും ഉപ്പ വൈക്കും വലിയ മഹത്വമുള്ളവര്. ഇനി നിങ്ങൾ നോക്ക്, അവരുടെ പൊന്നുമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരുടെ അവസ്ഥ നിങ്ങൾ നോക്ക്. സുബ്ഹാനല്ലാഹ്, ആരംഭ റസൂലുള്ള പറഞ്ഞില്ലേ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു.
സ്വർഗത്തിൽ യുവാക്കൾക്കൊരു നേതാവുണ്ട്. അവരുടെ നേതാവാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആരംഭ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അവിടുത്തെ പേരമക്കള്, റസൂലുള്ള വല്ലാതെ ഇഷ്ടപ്പെട്ട പേരമക്കള്. അതേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പിന്നെ അവരുടെ ഭർത്താവിനെ നോക്കിയാലോ, അവരുടെ ഭർത്താവിനെ നോക്കിയാലോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അലി അൻത അഖീ ഫിദ് ദുനിയ വൽ ആഖിറ. ആരംഭ റസൂലുള്ളാഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അൻത അഖീ, നീ എന്റെ സ്നേഹിതനാണ്, നീ എന്റെ കൂട്ടുകാരനാണ്. ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ എന്റെ കൂട്ടുകാരനാണ്, നീ എന്റെ സ്നേഹിതനാണെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫാത്തിമ ബീവിന്റെ മൗലൂദാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹാ, അവിടുത്തെ മഹത്വം നിങ്ങൾ നോക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അഹ്ലുബൈത്തിന്റെ കണ്ണികളാണ്, അഹ്ലുബൈത്തിന്റെ കണ്ണിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അവരിലൂടെയാണ് അഹ്ലുബൈത്ത് കടന്നു വരുന്നത്. നിങ്ങൾ നോക്കി, ലോകത്തുള്ള തങ്ങന്മാര് മുഴുവനും, അഹ്ലുബൈത്ത് മുഴുവനും സുബ്ഹാനല്ലാഹ് ഹസനി പരമ്പരയിലൂടെയോ ഹുസൈനി പരമ്പരയിലൂടെയോ ആണ് കടന്നു വരുന്നത്. ഹസനി പരമ്പര അല്ലെങ്കിൽ ഹുസൈനി പരമ്പര, അതായത് ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയുമാണ് കടന്നു വരുന്നത്. ആര് കടന്നു വരുന്നത്? ലോകത്തുള്ള മുഴുവൻ തങ്ങന്മാരും. ആരംഭ റസൂലുള്ളാഹിന്റെ പേരമക്കളാണ് തങ്ങന്മാരെന്ന് പറയപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തം അവരുടെ രക്തത്തിലൂടെ പമ്പ് ചെയ്യുന്നുണ്ട്. അതാണ് തങ്ങന്മാർക്കുള്ള വ്യത്യാസം. നമ്മളെ ചോരയിലൂടെ വേറെ ആരെ ചോരയില്ല, നമ്മളെ ചോര മാത്രമേ ഉള്ളൂ. അതേ തങ്ങന്മാരെ ചോരയിലൂടെ ആരംഭ റസൂലുള്ളാഹിന്റെ ചോര പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ലോകത്തുള്ള തങ്ങന്മാര് അവരുടെ പരമ്പര മുഴുവനും വരുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. ഒന്നിരിക്കൽ ഏതെങ്കിലും ഒരു പരമ്പരയിലൂടെയായിരിക്കും ഏതെങ്കിലും തങ്ങളെ അറിയപ്പെടുന്നത്, അല്ലാത്തൊരു തങ്ങളും ലോകത്തുണ്ടാവൂല. ഒന്നിരിക്കൽ ഹസനി പരമ്പര അല്ലെങ്കിൽ ഹുസൈനി പരമ്പര, ഈ രണ്ട് പരമ്പരയിലൂടെ ആയിരിക്കും ലോകത്തുള്ള മുഴുവൻ തങ്ങന്മാരും ഏതെങ്കിലും ഒരു പരമ്പരയിൽപ്പെട്ടതാണ്. എന്നാലോ രണ്ട് പരമ്പരയിലും പെട്ട തങ്ങന്മാരുണ്ട്. അതാണ് നാം കുത്തുബിയത്തിന്റെ ബൈത്തിൽ നമ്മൾ പാടാറില്ലേ, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ ആബൻ വ ഉമ്മൻ ശരീ കണ്ടോ, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും തങ്ങളാണ്. രണ്ട് പരമ്പരയിലൂടെയും വരുന്ന നേതാവാണ്. ഹസൻ ഹുസൈൻ എന്നീ രണ്ട് പരമ്പരയിലൂടെയും ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിലേക്ക് ചെന്ന് എത്തിമുട്ടുന്ന പരമ്പരയാണ് അവർക്കുള്ളത്. അപ്പോ ആ ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹാ ആ ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹാ ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹാ എത്ര പ്രയാസങ്ങളാണ് അവിടുന്ന് സഹിച്ചത്, എത്ര വിഷമങ്ങളാണ് അവിടുന്ന് സഹിച്ചത്. ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹാ
ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച നേതാവിച്ചിയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ദിവസം ആരംഭ റസൂലുള്ളാഹിനോട് വന്ന് അവിടുന്ന് പരാതി പറഞ്ഞതാണ്. ആരംഭ റസൂലുള്ളാഹിനോട് വന്ന് പറയുകയാണ്, നബിയേ, എനിക്ക് എന്റെ വീട്ടിൽ വല്ലാത്ത പ്രയാസമുണ്ട് നബിയേ, എന്റെ വീട്ടിൽ വല്ലാത്ത പ്രയാസമുണ്ട്, എന്റെ വീട്ടിൽ വല്ലാത്ത പ്രയാസമുണ്ട്. എന്താണ് പ്രയാസം എന്നറിയുമോ? അലിയാര് തങ്ങള് വല്ലാത്ത സൽക്കാര പ്രിയനാണ്. അലിയാര് തങ്ങള് എപ്പോഴും അലി തങ്ങൾക്കൊരു പണിയുണ്ട്. എന്താ പണി എന്നറിയോ? പള്ളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു അതിഥിയെ കെട്ടിയാൽ, പള്ളിയിൽ നിന്നൊരു അതിഥിയെ കെട്ടിയാൽ നേരെ വരും കുടിയിലേക്ക്. ആ അതിഥിയുടെ കയ്യും പിടിച്ചിട്ട്, ഫാത്തിമ, എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ? ഞാൻ ഇന്നൊരു അതിഥിനേട്ടാണ് വന്നിട്ടുള്ളത്, എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതാ വീട്ടിലേക്ക് വരും. എന്നിട്ടോ ഞാൻ എന്താ ചെയ്യാന്നറിയോ? എന്റെ പൊന്നു മക്കളായ ഹസനും ഹുസൈനും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും, അവർക്കുള്ളത് മാത്രം ഉണ്ടാവുള്ളൂ. 2 or 3 റൊട്ടി ചുടാനുള്ള കുറച്ച് എന്തുണ്ടാവും? കുറച്ച് ഗോതമ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് അരി ഉണ്ടാവും. ഞാനത് വേഗം ഇടിച്ച് പൊടിച്ച് ഞാൻ അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കിയിട്ട് ആ പാവപ്പെട്ട അതിഥിക്ക് കൊടുക്കും. എന്റെ മക്കൾക്ക് എത്രയോ ദിവസങ്ങൾ എന്റെ മക്കള് പട്ടിണിയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് എത്രയെത്ര മെനുവാണ്, എത്രയെത്ര ഭക്ഷണമാണ്. ഭക്ഷണത്തിന്റെ ഇനങ്ങളല്ലേ നമ്മുടെ തീന്മേശയിൽ നിരത്തി വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒന്നും കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ആ മഹാന്മാരും മഹദികളും ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് കേട്ടോ. വെറും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മാത്രം നോമ്പ് നോറ്റവരുണ്ട്. നമ്മളൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോമ്പ് ഒലക്ക നോക്കും. ഇപ്പോ നോമ്പ് തുറക്കണ സമയത്ത് നല്ലോണം ഫുഡ് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് തുറക്കണ കുറെ ആൾക്കാരുണ്ട്. ഫുഡ് അടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് ഏതായാലും ഉണ്ടാകുമല്ലോ എന്ന് പട്ടിണി പരുവമായിരുന്നു അവരുടെയൊക്കെ കാലഘട്ടം. വെള്ളം കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാന്നുള്ള സമ്പ്രദായം അവർക്കില്ല. ആരംഭ റസൂലുള്ളാഹിന്റെ കുടുംബക്കാര് എന്നെന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, അതും തന്നെ വയറ് നിറച്ച് തിന്നിട്ടില്ല. മാശബിഹാലു മുഹമ്മദിൻ ഫി യൗമൈനി മുതതാബിഐനി. ആരംഭ റസൂലുള്ളാഹിന്റെ കുടുംബം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് ഭക്ഷണമുണ്ടോ? നാളെ ഇല്ല. നാളുണ്ടോ? മറ്റന്നാൾ ഇല്ല. ഇങ്ങനെയാണ് ആരംഭ റസൂലുള്ളാഹിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബക്കാർക്ക് അങ്ങനെയാണ് ഭക്ഷണം ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഭക്ഷണം ഏറിയ കുഴപ്പമാണ്. എന്താ തിന്നണ്ടെന്ന് അറിയില്ല. എത്ര വേസ്റ്റാക്കി കളയുന്നു ഭക്ഷണം. സുബ്ഹാനല്ലാഹ്, ഉണ്ടാക്കിയിട്ട് എത്ര വേസ്റ്റാക്കി കളയുന്നു. റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാതെ നിവൃത്തിയില്ല. ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോൾ അവരുടെ ഒന്നും ആത്മാക്കൾ പൊറുക്കൂല പ്രിയപ്പെട്ടവരെ നമ്മളോട്. കാരണം അവരൊക്കെ ഭക്ഷണത്തിന് വലിയ കൊതി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. കാരണം ഒന്നും തിന്നാല്ല അവർക്ക്. സുബ്ഹാനല്ലാഹ്, അവരൊന്നും ഒരു വട്ടം പോലും ബിരിയാണി കഴിച്ചിട്ടില്ല, കുഴിമന്തി അൽഫാം പോലും തിന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസുകൾ, പലതരം ജ്യൂസുകൾ അവർ തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല. അവരൊന്നും സമൂസ തിന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ തിന്നുന്നതൊന്നും അവര് തിന്നിട്ടില്ല. അവരെങ്ങാനും ഈ കാലഘട്ടത്തിലാണ് വരികയും വന്നിരുന്നുവെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും സ്വർഗം എന്ന് അവർ ചിന്തിച്ചു പോകും. കാരണം ഇന്ന് ഭക്ഷണം കൊണ്ട് അമ്മാനമാടുകയാണ്. എന്തൊക്കെ വേണ്ടെന്ന് നമുക്കാർക്കും അറിയൂല. ഭക്ഷണം കൊണ്ട് അമ്മാനമാടുന്നൊരവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കൊണ്ട് അമ്മാനമാടുന്നവരെയാണ്
ഭക്ഷണം കൊണ്ട് അമ്മാനമാടുന്നവരെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയെ, എന്റെ അലി ഭയങ്കര സൽക്കാരപ്രിയനാണ്. അവരിങ്ങോട്ട് വരും, പിടിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് വരും, അവൽക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നവർ. ഞാൻ എന്റെ പണികളൊക്കെ വേലകളൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ ഇതിങ്ങനെ ഇടിച്ചാൽ നിൽക്കണം. ഇന്നത്തെ പോലെ നമുക്ക് പെട്ടെന്ന് അരി പൊടിക്കാനുള്ള മെഷീനില്ലെന്ന്, മില്ലുകളില്ലെന്ന്. അന്ന് ആട്ടുവരല്, അതായത് പിന്നെ ഒലക്ക കൊണ്ട് ഒരലിൽ ഇടിക്കുകയായിരുന്നു. അന്ന് ഇടിച്ചിട്ടായിരുന്നു അവരെന്തായിരുന്നത്, നമ്മുടെ മുൻഗാമികളൊക്കെ. നമ്മുടെ വല്യന്മാർക്കൊക്കെ അറിയാതെ പഴയ വീടുകളിലൊക്കെ അന്ന് കുട്ടികൾക്ക് പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. ഒലക്കാന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഒരലിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം, എന്നാലേ ഒരക്കി ഒരലൊക്കെ അറിയുള്ളൂ. ബലി ഈ മിക്സിയും ഈ ഇതൊക്കെ കണ്ടു വളരുന്ന ആളുകളല്ലേ, ഇവരൊന്നും ഒലിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്, പഴയ വലിയ തറവാട്ടിൽ പോയാൽ കാണാൻ കഴിയും നല്ല നല്ല അമ്മി. ആ അമ്മി അതിങ്ങനെ അരച്ചതിന്റെ നടുവങ്ങ് എന്തായി പോയിട്ടുണ്ടാവും, തേഞ്ഞു കുഴിയായി പോയിട്ടുണ്ടാവും. അരച്ചതിന്റെ പൗറാണ് കാണുന്നത്. നമ്മുടെ വല്യമ്മമാർ ഇതുപോലെ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അവരിങ്ങനെ അരച്ചിരുന്നു. പക്ഷേ അവരെ അരക്കുന്ന സമയത്ത് ഒരു താളുണ്ടായിരുന്നു. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ പിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഫീസത്ത് മാല പാടിയിട്ടാണ് അവർ അരച്ചിരുന്നത്. കുട്ടി ആട്ടിയിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ അവർ ആട്ടിയിരുന്നത് അപ്പത്തിന് വേണ്ടി. അവര് കോരലിലിട്ട് ഇങ്ങനെ ആട്ടുമായിരുന്നു. ആട്ടുന്ന സമയത്ത് അവര് ചൊല്ലിയിരുന്നത് എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയായിരുന്നു അവരൊക്കെ അങ്ങനെയായിരുന്നു. മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇപ്പൊ അറിയില്ല അതൊന്നും. ഒലക്കാന്ന് പറഞ്ഞാലൊന്നും അറിയില്ല എന്താണ്. നമ്മള് തട്ടുത്തരം പറയുന്ന ഒലക്കയാണെന്ന് പറയാം. ആ ഒലക്ക ഇപ്പൊ കുട്ടികൾക്കൊക്കെ അറിയുള്ളൂ, അല്ലാതെ എന്തോ ഒലക്ക അറിയാനാ. അപ്പോ ഈ ഒലക്ക എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണത് അതാണ് ഒലക്ക. ഇങ്ങനെ ഇടിച്ച് സുബ്ഹാനല്ലാഹ് അലകും തട്ടും വേറിടും. അതുകൊണ്ട് ഇങ്ങനെ ഇടിച്ചുമ്പോ നോമ്പൊക്കെ നോറ്റിട്ട് ഇങ്ങനെ ഫാത്തിമ ബീവി പറയാണ്, ഞാൻ ഇങ്ങനെ പാതി രാത്രിക്കും അലി തങ്ങള് ഏതെങ്കിലും വല്ല പിന്നെ അതിഥിയെ വിളിച്ചു വന്നാൽ ഞാനിതിങ്ങനെ ഇടിച്ചായിരുന്നു എനിക്ക് പണി. നബിയെ, എനിക്കൊരു സർവന്റിനെ വെച്ചു തരാൻ പറയൂ, എനിക്കൊരു സർവന്റിനെ വെച്ചു തരണം. അലിയാർ തങ്ങളോടൊന്ന് പറയുമോ, എനിക്ക് ഒരു വെള്ളാട്ടിയെ വെച്ചു തരണം. എന്തിനെ? എനിക്ക് വേലക്കാരിയെ വെച്ചു തരാൻ പറയേ. അലി റളിയല്ലാഹു അൻഹുവിനോടൊന്ന് പറയൂ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊന്ന് പറയൂ നേതാവേ. സ്വന്തം പൊന്നുപ്പാനോട് വന്ന് മകള് വന്ന് പറയാണ്, ഈ കാലഘട്ടത്തിൽ നമ്മളെ മകളെ വേറൊരാളോട് കെട്ടിച്ചിട്ടുണ്ട്, നമ്മളോട് വന്ന് പറയാണ്, അമ്മ അവിടെ ഭയങ്കര പണിയാണ്, എല്ലാ പണി എന്നെ കൊണ്ടാ എടുപ്പിച്ചണത്, ഞാൻ ആകെ ബേജാറായി, എനിക്ക് കടന്നുറങ്ങാനും കൂടി സമയമില്ല, എനിക്ക് അമ്മായിമ്മ അങ്ങനെയാണ്, മറ്റാളാണെങ്കിൽ ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. കെട്ടിച്ചു വിട്ട വീട്ടിലെ പരാതികൾ, സ്വന്തം ഭർത്താവിന്റെ പരാതികൾ, സ്വന്തം വീട്ടിൽ പറയുന്ന പെണ്ണുങ്ങളില്ലേ, പറയാൻ പറ്റൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളാണെങ്കിൽ ഇന്നാണെങ്കിൽ എന്താ പറയാ, ഇന്നാണെങ്കിൽ പറയും, ഞങ്ങൾ കുറച്ച് ദിവസത്തിന് പോണ്ട, അന്റെ ക്ഷീണമൊക്കെ ഒന്നാണ് മാറട്ടെ, കുറച്ച് ദിവസത്തിന് അങ്ങോട്ട് പോണ്ട. അല്ലെങ്കിൽ ഓനോടെ നല്ലൊരു മിഷ്യം മേടിച്ചു തരാൻ പറ, എനിക്ക് ഇടിച്ചാൻ വയ്ക്കൂല എന്നാണ് പറ. പിന്നെ എന്തിനാ ഓൻ കെട്ടിയത്? ഇതില്ലെങ്കിൽ ഓർക്ക് കെട്ടാൻ നിൽക്കണോ?
സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളാകുന്ന പൊന്നുപ്പാനോട് വന്നിട്ട് അവിടുന്ന് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പരാതി പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആരംഭ റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ, നീ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ട് ആകെ വിഷമായിട്ടുണ്ടാകും മോളെ, നീ അങ്ങനെ പരാതിയൊന്നും പറയണ്ട. ഓ പൊന്നുമോളെ, നീ ആരാന്നറിയുമോ? നീ ലോകത്തെ പെണ്ണുങ്ങളുടെ നേതാവാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലൊന്നുമില്ല എന്ന്, എനിക്ക് തിന്നാനും കിട്ടണമെന്നില്ല, എന്റെ കുട്ടികൾക്ക് പോലും തിന്നാൻ അലിയാരെടുത്ത് വാങ്ങാൻ ഒരു പൈസ ഇല്ല. മോളെ, നീ അങ്ങനെയൊന്നും പരാതി പറയരുത്. നീ ഇനി വരാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയായി ജീവിക്കാനുള്ള മാതൃകാ വനിതയാണ് നീ. അതുകൊണ്ട് മോളെ, നീ അങ്ങനെയൊന്നും പരാതി പറയരുത് മോളെ. നീ ക്ഷമയോടെ മുന്നേറണേ. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോൾക്ക് കൊടുക്കുന്ന സന്ദേശം, നീ ക്ഷമയോടുകൂടെ മുന്നേറണേ മോളെ. നീ അങ്ങനെ പരാതി പറഞ്ഞ് നീ വിഷമം പറയണ്ട. നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാ. നിന്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാ. എന്താ കാര്യം എന്നറിയുമോ? നീ ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം, ഉറങ്ങുന്ന സമയത്ത് നീ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഉറങ്ങുന്ന സമയത്ത് നീ അങ്ങ് ചൊല്ലിയാൽ നിന്റെ സർവ പരാതികളും, നിന്റെ സർവ വിഷമങ്ങളും, നിന്റെ ദുരിതങ്ങളും, നിന്റെ ബുദ്ധിമുട്ടുകളും അല്ലാഹു നിനക്ക് മാറ്റിയിട്ട് നിനക്ക് എളുപ്പം അല്ലാഹു ആക്കിത്തരും പൊന്നുമോളെ. ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞ രംഗം നിങ്ങൾ നോക്കൂ. നീ അലിയാരെ ഒരിക്കലും കുറ്റം പറയരുതേ, അലിയാരെ ഒരിക്കലും നീ കുറ്റം പറയരുതേ. കാരണം അലി പാവമാണ്, അലി പാവമാണ്. അലി കയ്യിൽ പൈസ ഇല്ലാത്ത ആളാണ്, കയ്യിൽ ധനമില്ല എങ്കിലും പക്ഷേ അലി ദീനിപരമായ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ അലി ഉന്നതനാണ്. പൊന്നുമോളെ, നിനക്ക് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന പൊന്നുമോനുണ്ടല്ലോ, അവര് സ്വർഗത്തിലെ നേതാക്കളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നുമോളെ സമാധാനിപ്പിക്കുകയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓരോ പെണ്ണുങ്ങളും നാളെ സ്വർഗത്തിലേക്ക് കയറുമ്പോ അവരുടെ കൈ പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അവർക്ക് 100% പറയാൻ കഴിയും, ജീവിതത്തിൽ ഒരു അന്യാണിന്റെ മുഖം കണ്ടിട്ടില്ല, ഒരന്യാണ് അവരുടെ മുഖവും കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒരു അന്യാണ് അവരുടെ മുഖവും കണ്ടിട്ടില്ല, അവര് അന്യാണാവുന്ന ഇവരുടെ മുഖവും കണ്ടിട്ടില്ല. കണ്ണ് കാണാത്ത സ്വഹാബി വന്നപ്പോൾ പോലും ആ ബീവി അങ്ങ് ഉള്ളിലേക്ക് പോയതായിട്ടാണ് ചരിത്രമുള്ളത്. ഒരാണിന്റെയും മുഖം കണ്ടിട്ടില്ല, ഭർത്താവിന്റെ മുഖമല്ലാതെ, മക്കളുടെ മുഖമല്ലാതെ വേറെ ഒരു അന്യ പുരുഷന്റെയും മുഖം കാണാത്ത നേതാവിച്ചിയാണ്. 100% എന്ന നിലക്ക് പറയാൻ പറ്റുന്ന നേതാവിച്ചിയാണ് ബീവി ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹാ.
അവരെ ഒന്ന് സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടണമെങ്കിൽ, അവരെ സ്വർഗത്തിലൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ, അവരുടെ കൂടെ സ്വർഗത്തിലൊന്ന് കടക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചുകൊണ്ട് കാണാൻ പറ്റുന്നവരുടെ മുന്നിലല്ലാതെ നമ്മൾ വെളിവാകാതെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും അന്യപുരുഷന് കാണിച്ചു കൊടുക്കാത്ത രൂപത്തില് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ ആത്മാവ് നമ്മോട് പൊറുക്കുകയുള്ളൂ. അവരുടെ കൈ പിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ എന്തിനാണ് ഒരു തട്ടത്തിൻ മറയത്തിൽ നിൽക്കുന്നത്? ഞാൻ എന്തിനാണ് ഒരു കർട്ടന്റെ മറവിൽ നിൽക്കുന്നത്? എനിക്കെന്തിനാണ് മറയുള്ളത്? ഈ ഇസ്ലാം എന്ത് ഇസ്ലാമാണ്? ഇതെന്തൊരു ദീനാണ്? എനിക്കിവിടെ ഫ്രീ ആയിട്ട് ജീവിക്കണോ? എനിക്കും ഇവിടെ നല്ല രൂപത്തിൽ ജീവിക്കണം. എനിക്കും ഒരാളുടെയും കീഴിലല്ലാതെ ഇവിടെ ജീവിക്കണോ? ഞാൻ ഒരാളെയും കൂസലാക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനിൽപ്പെട്ട ചിലരിൽ തന്നെ മുസ്ലിം എന്ന പേരില് സുബ്ഹാനല്ലാഹ് ഇവിടെ ആണിന്റെ പോലെ സംവരണവും പെണ്ണിനും വേണോ? പെണ്ണ് ഒരടുക്കള പുഴുവല്ല, അവളൊരു മറയത്ത് നിൽക്കേണ്ടവളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്ത് സുബ്ഹാനല്ലാഹ് ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നുകൊണ്ട് അതേ വ്ളോഗുകളും മറ്റു സ്വന്തം ചാനൽ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളും അതാ കാണിച്ചു കൊടുത്ത് അന്യപുരുഷന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് യൂട്യൂബിൽ നിന്ന് ലാഭം കൊയ്യുന്ന എത്രയോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം നാമധാരികളായ പെണ്ണുങ്ങൾ ജീവിക്കുന്ന കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ പഠിക്കണേ അല്ലാഹുവിന്റെ ദീനിന്റെ വില എന്താണെന്ന്. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിയുടെ ചരിത്രമൊന്ന് പഠിക്കണേ. ഏതെങ്കിലും ഒരു 4 പെണ്ണ് വന്നിട്ട് ഇതാ എന്റെ യൂട്യൂബിന്റെ ചരിത്രം ഇതാ, എന്റെ രാവിലത്തെ കടി ഇതാ, എന്റെ കുട്ടി ഇതാ. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ പ്രസവം പോലും ലൈവിലായിട്ട് ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ്. വളരെ ദുഷിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വേറെ 4 പെണ്ണുകൾ ഇറങ്ങിയിട്ട് എനിക്കും വേണം അങ്ങനത്തെ ചാനല്, ഓൾക്ക് അത്ര ലക്ഷം കിട്ടുന്നുണ്ടല്ലോ, എനിക്കും ഇവിടെ വലിയ പണക്കാരെത്തിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് ഇല്ലാത്ത ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അത്രക്ക് നല്ല സ്റ്റൈലുള്ളവളാണ്, എന്നെ ഒന്ന് കാണണോ, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ലൈവിലും അതുപോലെ തന്നെ മറ്റുമായി പ്രച്ഛന്ന വേഷങ്ങൾ അണിയുന്ന പെണ്ണുങ്ങളില്ലേ, അവര് മുസ്ലിമിന്റെ പേരിലായി പോയതാണ് നമുക്ക് കഷ്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ പെണ്ണുങ്ങളെ കുറിച്ച് ആരംഭ റസൂലുള്ള പറഞ്ഞത് സ്വർഗമല്ല, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ശ്വസിക്കാനുള്ള കഴിവ് അല്ലാഹു നാളെ കൊടുക്കൂല. കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിൽ നിന്ന് വരുന്ന വലിയ നല്ല സുബ്ഹാനല്ലാഹ് നല്ലൊരു മണമുണ്ട്, കസ്തൂരിയുടെ മണം. ആ മണം പോലും ശ്വസിക്കാൻ ആ പെണ്ണുങ്ങൾക്ക് കഴിയില്ല. ഒരു നരകത്തിലെ വിറകുകളാണെന്ന് ആരംഭ റസൂലുള്ള പറഞ്ഞുവെങ്കിൽ ഈ കാലഘട്ടത്തില് ഫാത്തിമത്ത് ബീവിയുടെ ചരിത്രം പറയുമ്പോ എന്റെ പൊന്നൂമ്മമാരെ, സഹോദരിമാരെ, എന്നെ ഒരു അന്യപുരുഷൻ കാണരുത്, അന്യ ആള് എന്നെ കാണുകയില്ല, അത് കാണുന്നത് നിഷിദ്ധമാണെന്ന് ചിന്തിക്കാൻ, ആ രൂപത്തിൽ മറയോടുകൂടെ പുറത്തിറങ്ങാൻ നമ്മളിൽ കണിശത പുലർത്തണേ. അപ്പോഴാണ് ഫാത്തിമ ബീവി നമ്മൾക്ക് നേതാവാകുന്നത്. അപ്പോഴാണ് അവരുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാര്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ നീ ആ രൂപത്തിൽ ആക്കിത്തരണേ. അല്ലാഹ്
മറയോടുകൂടെ പുറത്തിറങ്ങാവൂ എന്ന കണിശതയുള്ളവരായി വളർന്നു വരുന്ന ഞങ്ങളുടെ ചെറിയ മക്കളെയും നീ ആ രൂപത്തിൽ നല്ല മൈൻഡ് കൊടുക്കുന്നവരായി നീ അവരെയും നീ വളർത്തിത്തരണേ അല്ലാഹ്. ഞാനൊരു കോളേജ് കുമാരത്തിയോ കോളേജ് കുമാരനോ ആയാലും ഒരു അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കലൊക്കെ സുന്നത്താണെന്ന് കരുതുന്ന കാലഘട്ടത്തില് പടച്ചോനെ അതേ ഇല്ലാത്ത ഭംഗി മുഴുവനും ഉണ്ടാക്കിയിട്ട് കണ്ണാടിയുടെ മുന്നില് 15-20 മിനിറ്റ് സ്കൂളിൽ പോകുമ്പോ നിന്നിട്ട് സുബ്ഹാനല്ലാഹ് പുരികം പോലും പ്ലക്ക് ചെയ്തിട്ട് ഇല്ലാത്ത ഭംഗി ഉണ്ടാക്കിയിട്ട് നല്ല സ്റ്റൈലൻ നടത്തവും നടന്നുകൊണ്ട് സ്കൂളിൽ വരുമ്പോൾ പൂവാലന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളായി ഞങ്ങളുടെ മക്കളെ നീ ആക്കിത്തരല്ലോ അല്ലാഹ്. ദീനുള്ള മക്കളായി ഞങ്ങളെ മക്കളെ വളർത്തിത്തരണേ അല്ലാഹ്. അതേ തലമറക്കുന്ന മക്കളായി ഞങ്ങളെ മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വരച്ച് കാണിച്ച ഇസ്ലാമിന്റെ കണിശത ജീവിതത്തിൽ പുലർത്താൻ നീ അവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. വബിബറകത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ മൗലിദ് ഇൻഷാ അല്ലാഹ് അല്പം നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാം. അല്ലാഹുവേ ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ നീ തരണേ റഹ്മാനേ. അവിടുത്തെ നോട്ടം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ വലിയ സന്തോഷം ഞങ്ങളെ മജ്ലിസിൽ തരണേ അല്ലാഹ്. പടച്ചോനെ അവരുടെ ജീവിതത്തിന്റെ ധന്യമായ ജീവിതത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ വലിയ സന്തോഷം നീ നിലനിർത്തി തരണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അല്ലാഹു തആല വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. وعن أنس رضي الله عنه كان النبي يمر على باب فاطمة رضي الله عنها فأخرج لصلاة الفجر ويقول يا أهل البيت إنما يريد الله ليذهب عنكم رجس أهل البيت ويطهركم تطهيرا. ومما ورد في محبتهم ومعرفتهم وتوقيرهم ما روي أنه صلى الله عليه وسلم أخذ يوما بيد فاطمة رضي الله عنها وقال من عرف هذه فقد عرفها ومن لم يعرفها فهي فاطمة بنت محمد صلى الله عليه وسلم وهي بضعة مني وثمرة قلبي وروحي التي بين جنبي ومن آذاها فقد آذاني ومن آذاني فقد آذى الله. وقال النسفي رحمه الله سألت فاطمة رضي الله عنها النبي صلى الله عليه وسلم أن يكون صداقها شفاعة لأمته يوم القيامة فإذا صارت على الصراط طلبت صداقها. وقال صلى الله عليه وسلم من أحبني وأحب هذين وأشار إلى الحسن والحسين رضي الله عنهما وأباهما وأمهما كان معي في درجتي يوم القيامة. اللهم هذا في محبتي فاطمة الزهراء رضي الله عنها وأولادها المتطهرين وارض عنهم واجزهم عنا وانفعنا ببركته في الدارين. رضي الله عن البتول فاطمة بنت رسول. رضي الله عن البتول فاطمة بنت رسول. رضي الله عن البتول فاطمة بنت رسول. لا إله إلا الله لا إله إلا الله
لا إله إلا الله محمد رسول الله من رام حسن الخاتمة دينا ودنيا الهادمة فلينجبا ملازما أمداها وصف الفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فيه وولدها فطم كذا يحبهم علم من شر نار والنقم ربي بسر الفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كاف لها قلب النبي عال لها روح النبي سالم صام لها حب النبي ذي رتبة للفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله معمور بيت غنة أرض سماء جنة معمور بيت غنة عرش وطوبى قنة خدامة للفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خدامة للفاطمة كذا طيور منتهى حور حسان يا لها أملاك علم كلها لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قوموا بنا نسعى إليها تقتى بما عليها العمل من ذكر لديها نهتدي بالفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إنا إلى بار العلا كنا بها مستقبلا نعطي بها مستأملا ندعو بذكر الفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا رحمة البار العلا يا نعمة فوق العلا يا غنية كل الملا يا حسنة يا فاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا قوة تقضي المنى وصلا لداع بالهنا
دنيا وأخرى بالغنى تدعو بها يا فاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ربنا يا ربنا عن كل شر صدنا في كل خير مدنا وارحم لنا بالفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അല്ലാഹ് അവർക്കെല്ലാവർക്കും പടച്ചോനെ ഈ മജ്ലിസിന്റെ വലിയ സന്തോഷവും വലിയ റാഹത്തും എല്ലാവിധ ഖൈറുകളും നീ നൽകണേ റഹ്മാനെ. ആമീൻ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനാഖിബ് പറഞ്ഞ ഈ മജ്ലിസിൽ അല്ലാഹുവേ അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ വിജയം തരണേ അല്ലാഹ്. രണ്ട് ലോകത്തും പടച്ചോനെ ഫാത്തിമത്ത് ബീവിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും പടച്ചോനെ നീ വിജയങ്ങൾ തരണേ അല്ലാഹ്. ഫാത്തിമത്ത് ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നീ വലിയ ഖൈറുകൾ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാർക്ക് നീ നൽകണേ അല്ലാഹ്. വബിബറക്കത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അൽഹംദുലില്ലാഹില്ലദീ തവാളഅ കുല്ലു ഷൈഇൻ ലിഅളമതിഹി വൽഹംദുലില്ലാഹില്ലദീ ദല്ല കുല്ലു ഷൈഇൻ ലിഇസ്സതിഹി വൽഹംദുലില്ലാഹില്ലദീ ഖലഅ കുല്ലു ഷൈഇൻ ലിമുൽകിഹി വൽഹംദുലില്ലാഹില്ലദീ ഇസ്തലമ കുല്ലു ഷൈഇൻ ലിഖുദ്റതിഹി. اللهم صل على سيدنا محمد وحبيبنا وسيدنا ونبينا وبنته فاطمة البتول رضي الله عنها وجميع آله وأصحابه وسلم تسليما كثيرا كثيرا. اللهم يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين ويا راحم المساكين ويا أرحم الراحمين. اللهم رب السماوات والسبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالك الحب والنوى منزل التوبة والإنجيل والزبور والفرقان وأعوذ بك من كل شر أنت آخذ بناصيته. أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. يقضي عنا الدين أغننا من الفقر. اللهم إنا قرأنا مدح صفيتك فاطمة بنت محمد صلى الله عليه وسلم نبيك فاغفر ذنوبنا بسرها لديك وقربنا إليك بقربها لديك وأحببنا إليك بحبها لديك وأحسن لنا منك بحسنها لديك وعلمنا عندك بعظمتها لديك وأنعم لنا منك بعظيمتها لديك وبارك لنا ببركتها لديك وخيرنا بخيرها لديك. اللهم علمنا نبيك ما ندعو به إليك. اللهم إنا نعوذ بك من الكفر والفقر وعذاب القبر ودعونا به إليك. فاقبل منا فينا كلمات نبيك واستجبنا بها بمنك وفضلك ولا تردنا عنا بسوء أفعالنا وأقوالنا بلا إجابة ولا منك. اللهم
نصر من الله وفتح قريب نصر من الله وفتح قريب نصر من الله وفتح قريب أرحم الرحمن يا الله المالك الملوك يا ربي أرجوني نغلا مجلسنا قبولاكني الله സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങള് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമകളായ ഫാത്തിമത്തുൽ ബത്തൂല റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ ആണ്ട് ദിനത്തിൽ പടച്ചോനെ ഞങ്ങളടുത്ത മൗലിദ് ചൊല്ലിയതോ അവരുടെ പേരിൽ ഞങ്ങള് ഈ മജ്ലിസ് നടത്തിയതും അവിടുത്തെ മനാഖിബ് പറഞ്ഞതും അവിടുത്തെ ചരിത്രം പറഞ്ഞതും അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചോനെ ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ് അല്ലാഹ് ഞങ്ങളെ സർവ്വ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനേ ഒരുപാട് ഖൈർ ബറക്കത്ത് റാഹത്ത് ഇസ്സത്ത് സലാമത്ത് തരണേ അല്ലാഹ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി തരണേ റഹ്മാനേ ഒരു രംഗത്തും ഞങ്ങളെ വഷളാക്കല്ല ആരുടെ മുന്നിലും ഞങ്ങളെ കുടുക്കിക്കളയല്ല റഹ്മാനേ ഒരുപാട് ഫത്ഹിന്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാഹ് ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ് മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല റഹ്മാനേ ഒരുപാട് ഇസ്സത്തുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ നോൽക്കുന്ന നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ് നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ് ഒറ്റപ്പെടുന്നതിന്റെ മുന്നേ രക്ഷപ്പെടുത്തണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാഹ് മഹാന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹ് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ ഓശാരമായി നൽകണേ അല്ലാഹ് പടച്ചോനേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാഹ് പടച്ചോനെ ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാഹ് പടച്ചോനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ അങ്ങനെ എന്തെല്ലാമാണോ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ മനകോട്ട കെട്ടിയിരിക്കുന്നതെങ്കിൽ എല്ലാം നീ നടത്തി തരണേ റഹ്മാനേ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മുറാദുകളും ഉദ്ദേശങ്ങളും ഞങ്ങളെ നീയത്തുകളും മുഴുവനും നീ നടത്തി തരണേ അല്ലാഹ് സർവകാര്യവും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ് ഒരുപാട് ഖൈറുകൾ നൽകണേ റഹ്മാനേ മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ സ്ഥിരമായി ഞങ്ങളെ മജ്ലിസിനെ ലൈവായിട്ട് വീക്ഷിക്കുന്നവര് അവരൊക്കെ ഈ മജ്ലിസ് പ്രതീക്ഷ വെച്ചിരിക്കുന്നവരാണ് പടച്ചോനെ അത് കഴിഞ്ഞാലും ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് പടച്ചോനെ ഒരാളെയും നീ ഖായിബാക്കി തിരിച്ചയക്കല്ലേ അല്ലാഹ് പടച്ചോനെ ഞങ്ങളെ മജ്ലിസിലെ ആമീൻ പറയുന്ന ആരൊക്കെയുണ്ടോ അവരൊരാളെയും ഒന്നുമില്ലാതെ തിരിച്ചയക്കല്ലേ റഹ്മാനേ അല്ലാഹുവേ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് റമളാനിനെ പ്രതികൂലമാക്കി സാക്ഷി പറയിപ്പിക്കല്ലേ അല്ലാഹ് ഞങ്ങളെ മനസ്സും ഞങ്ങളെ ശരീരവും ഞങ്ങളെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാഹ് പടച്ചോനെ റമളാൻ വന്നിട്ടും ഒരു മാറ്റവും ഞങ്ങളെ ഹൃദയത്തിനില്ലാതെ ഒരു പേടിയുമില്ലാതെ റമളാൻ ഞങ്ങളിൽ ഒരു പരിവർത്തനവും നടത്താത്ത ഹൃദയങ്ങളായി ഞങ്ങളെ ഹൃദയങ്ങളെ നീ പാറ പോലെ ഉറച്ച കൽബുകളാക്കി നീ മറിക്കല്ലോ അല്ലാഹ് പടച്ചോനെ റമളാനാകുന്ന അതിഥി ഞങ്ങളിലേക്ക് വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ അതിഥി ഞങ്ങളാരെയും കാത്തു നിൽക്കൂല ഓടി വന്ന് ഓടിപ്പോകുന്ന അതിഥിയാണ് പടച്ചോനെ ഞങ്ങൾക്ക് ധാരാളം ഖുർആൻ ഓതാനും ഒരുപാട് മജ്ലിസിലിരിക്കാനും പടച്ചോനെ ഒരുപാട് ദിക്ർ ചൊല്ലുവാനും തറാവീഹ് നിസ്കരിക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ അല്ലാഹ്
അവസാന വിജയികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരീക്ഷയിലും അവരെ നീ ഉയർന്ന മാർക്കോടുകൂടെ വിജയിപ്പിക്കണേ അല്ലാഹ്. ചോരേ ദീനിനും നാടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്ക് കൺകുളിർമയേകുന്ന ഖൈറുള്ള ബറക്കത്തുള്ള നല്ല റാഹത്തുള്ള മക്കളാക്കി തരണേ അല്ലാഹ്. അവസാന വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.